ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. അങ്ങനെ നമ്മുടെ ഡൊണാൾഡ് മാമനും നെതന്യാഹു അമ്മാവനും വിചാരിച്ച പോലൊന്നും അല്ല കാര്യങ്ങൾ നടക്കുന്നത്. കാര്യങ്ങൾ വല്ലാത്തൊരു പ്രശ്നത്തിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ ഡൊണാൾഡ് മാമന്റെ കയ്യിലിരിക്കുന്ന മിസൈലുകളൊക്കെ ഏകദേശമൊക്കെ തീരാറായെന്നൊക്കെ ഉള്ളൊരു വാർത്തകൾ വരുന്നുണ്ട്. അപ്പം പല രാജ്യങ്ങളുമായിട്ട് ഒരു മധ്യസ്ഥതയെ കൊണ്ടുവരുന്നുണ്ട്, ഇറാനെ എങ്ങനെയെങ്കിലും ഒന്ന് അനുനയിപ്പിച്ച് ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറ്റാൻ വേണ്ടി. പക്ഷേ ഇറാൻ ഒട്ടും പുറകോട്ടല്ല. ലോകത്തിലെ വലിയ ശക്തിയായിട്ടുള്ള രാജ്യങ്ങളായിട്ടുള്ള ഇസ്രയേലിൻ്റെ സഖ്യകക്ഷികളെല്ലാം കൂടെ ചേർന്ന് നിന്നുകൊണ്ട് 2 ദിവസം കൊണ്ട് ഞാൻ അനിസ്പ്രയുടെ പരസ്യം പോലെ ആക്കി കളയുമെന്ന് പറഞ്ഞുകൊണ്ടാണ് വലിയ ഗീർവാണം മുഴക്കി രംഗത്തേക്ക് വന്നത്. 10-32 ദിവസമായിട്ട് ഇറാൻ്റെ ചില നേതാക്കന്മാരെയും മൊസാദ് എന്ന് പറയുന്ന ചാരസംഘടന, അതായത് ഇറാനിൽ തന്നെ ഇറാനിലെ ജനതകളെ ഒറ്റ കൊടുക്കുന്ന വൃത്തികെട്ട നാറികൾ, അതെല്ലാ രാജ്യത്തും ഉണ്ട്. രാജ്യത്തെ ഒറ്റ കൊടുക്കുന്നവർ നമ്മുടെ രാജ്യത്തും ഉണ്ട്. സംഘി വേട്ടാവളിയന്മാരായിട്ടുള്ള ചിലവന്മാരുണ്ടല്ലോ. ഈ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് എത്ര എണ്ണത്തിനെയാണ് അങ്ങനെ രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തവരെ പിടിച്ചിട്ടുള്ളത്. അപ്പം ഇതുപോലെ ചിലരുടെ ഒത്താശയോടുകൂടി കറക്റ്റായിട്ട് ഇവന്മാരവിടെ ബോംബിട്ട് ഇതിൻ്റെ നേതാക്കന്മാരെയൊക്കെ കൊലപ്പെടുത്തുന്നു. പക്ഷേ ഇവരൊക്കെ പുലിക്കുട്ടികളാണ്, ഇവരൊക്കെ ആൺകുട്ടികളാണ്. സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് രോമാഞ്ചം ഉണ്ടാകും. കാരണം അദ്ദേഹം എന്നൊക്കെ പറയുന്നത് വിപ്ലവകാരികളാണ്. ഇന്ന് നമ്മുടെയൊക്കെ മനസ്സിൽ അവരെ കുറിച്ചിട്ട് നമ്മൾ ഓർക്കും. എരിയൽ ഷാരൂനോ ജോർജ് ബുഷ് എന്ന് പറയുന്ന നരാധമനെ കുറിച്ചിട്ടൊക്കെ ഇവനെയൊക്കെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? എന്തായാലും നമ്മുടെ ബങ്കറിൽ നിന്നും നമ്മുടെ ജെറുസലേം അമ്മായി വീണ്ടും പുറത്തിയാടിയിട്ടുണ്ട്. ഇവർക്ക് ശ്വാസം മുട്ടലാണ്. കാരണം ബങ്കറിനകത്ത് ഇത്രയും ദിവസം ഇരുന്ന് കീഴ്വായൊക്കെ വിട്ട് ആകെ വല്ലാത്തൊരു സിറ്റുവേഷനിലാണ്. പിന്നെ ഇവക്ക് ഈ പറയുന്ന കണക്ക് ഈ പൊട്ടാസ് വിറ്റില്ല എന്നുണ്ടെങ്കിൽ ഇവളുടെ കാര്യം അവതാളത്തിലാവും. അതുകൊണ്ട് പൊട്ടാസ് വിൽക്കാൻ ഇറങ്ങിയിട്ടുള്ള അമ്മായി തെരുവിലൂടെ ഇങ്ങനെ കുരച്ച് ജൂതന്മാർക്ക് കൊടുത്തു പോകുമ്പോൾ നമ്മുടെ ചില മലയാളികൾ ഇവിടെ ലൈവിൽ പോയിട്ട് മെസ്സേജ് ഇടും. ആ മെസ്സേജ് ഇടുമ്പോൾ അതിനകത്ത് ഇവള് മെസ്സേജ് ഇടുന്നത് ഉസ്മാനാണോ അല്ലെങ്കിൽ ഹരിയാണോ അതല്ലെങ്കിൽ ആൻഡോ ആണോ എന്ന് നോക്കില്ല. ഇവക്കെതിരെ, അതായത് ജൂതന്മാർക്കെതിരെ വന്നു കഴിഞ്ഞാൽ ഇവക്ക് അങ്ങോട്ട് കുരു പൊട്ടാൻ തുടങ്ങും. കുരു പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവളുടെ വായിൽ നിന്ന് വരുന്നത് സെപ്റ്റിക് വർത്താനങ്ങളാണ്. അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ ലെവൽ പറയുന്നുണ്ട്. അതെൻ്റെ പ്രിയപ്പെട്ട ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങളെ നിങ്ങളിതൊന്ന് കേൾക്കണം. കേട്ടിട്ട് ഇതിനൊക്കെ കൃത്യമായിട്ടുള്ളൊരു മറുപടി എന്നെങ്കിലും ഈ പഴച്ചവൾ നാട്ടിൽ വരാൻ വിധിയുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കണം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പല ആളുകളും എന്നോട് പറയുന്നുണ്ട്, ഇവളെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്, ഇവളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, ലനത്തുള്ളാഹി അലൈഹി എന്ന് നീട്ടിയൊരു വിളിയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരും. പക്ഷേ ഇവൾ പറയുന്ന തെമ്മാടിത്തരം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കാണണം, നിങ്ങൾ കേൾക്കണം. ഇതിനൊക്കെ നമുക്ക് ഇങ്ങനെ പ്രതികരിക്കാനായിട്ട് സാധിക്കൂ. ബോംബിന് പോലും വേണ്ടാത്ത ഒരു ക്ഷുദ്ര ജീവിയാണ് ഇവൾ പറയുന്നത്. എന്താണെന്ന് കേട്ടാലോ? പരിക്കുകളാണ്. പക്ഷെ അത് മിസൈല് ഡയറക്റ്റ് വീണതാണ്. അരാദ് എന്ന് പറയുന്ന ഇസ്രായേലിലെ സ്ഥലത്ത് അത് ഡയറക്റ്റ് പതിച്ചതാണ്. അതിന് ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല. ബാക്കിയുള്ള മിസൈലുകളെല്ലാം ബ്രേക്ക് ചെയ്തു. അതിൻ്റെയൊക്കെ പീസുകളൊക്കെ അവിടെയൊക്കെ ചെറിയ സ്ഥലങ്ങളിലൊക്കെ വീണ് ചെറിയ നാശനഷ്ടങ്ങളൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആളപായമൊന്നും അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല ഈ പീസുകൾ വീഴുന്ന സ്ഥലത്തൊന്നും. പക്ഷേ അരാദ് എന്ന് പറയുന്ന സ്ഥലത്ത് ഡയറക്റ്റ് ഇന്നലെ ഹിറ്റ് ആയതുകൊണ്ട് അവിടെ നാശനഷ്ടങ്ങൾ എന്താ പറയുന്ന ആളുകൾക്ക് അപകടമുണ്ടായി. അല്ലല്ലല്ലല്ലല്ലല്ല, ഇതിനു മുമ്പ് ഇങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞത്. ഒരു ഈച്ച ഞങ്ങളുടെ ഈ പരിസരത്തൂടെ പോയി കഴിഞ്ഞാൽ അതിനെ ഞങ്ങൾ പിടിച്ച് കരിച്ചു കളയുമെന്നാണല്ലോ പറഞ്ഞത്. ഇപ്പം ലമ്മായിക്ക് തന്നെ സമ്മതിക്കേണ്ടി വന്നു. ഇസ്രയേലിൽ പല സ്ഥലത്തും വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത്. അമ്മായി അതൊന്ന് ലഘൂകരിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും ഈ ഒരു അടിയൊന്ന് നിർത്തടാ എന്നാണ് ഇപ്പം അപേക്ഷിച്ചുകൊണ്ട് ഈ ട്രംപും അതുപോലെ നെതന്യാഹു ഒക്കെ പല രാജ്യങ്ങളുടെ മുമ്പിൽ ഇരക്കുന്നത് നമ്മൾ കാണുന്നത്. എന്താണേലും വെളുപ്പിക്കാൻ വന്നതാണ്, കേട്ടോളൂ. പക്ഷേ എന്തായാലും ഇത്ര വലിയൊരു രാജ്യത്തെ ഈ ഇറാൻ എന്ന് പറയുന്ന ഈ എന്താ പറയുന്ന വേശ്യകളുടെ മാതാവ് എന്ന് വേണമെങ്കിൽ വിളിക്കാം നമുക്ക് ഇറാൻ. കാരണം അത്രത്തോളം വൃത്തികെട്ട ഒരു കണ്ടല്ലോ എവിടെയാണ് നിൽക്കുന്നതെന്നുള്ളത്. സ്ട്രീറ്റിലാണ്. എന്ത് പണിക്കാണ് നിൽക്കുന്നതെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാമല്ലോ. അതുകൊണ്ടും ആ പ്രയോഗം കൃത്യമായി യോജിക്കുന്നത് ഈ മാലപ്പടക്കമായിട്ടുള്ള ജെറുസലേം അമ്മായിക്ക് തന്നെയാണ്. കേട്ടോ, രാജ്യമാണ് യഹൂദന്റെ മുഴുവൻ യഹൂദനെയും മുച്ചൂട് മുടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കച്ച കെട്ടി നടക്കുക. അവന് ആകെ അവന്റെ രാജ്യം ഭരിക്കാനിരിക്കുന്നത് പോലും രാജ്യത്തെ സംരക്ഷിക്കാനോ രാജ്യത്തിന്റെ ഗുണനിലവാരം നോക്കാനോ രാജ്യത്തിന്റെ ജനങ്ങളെ രക്ഷിക്കാനോ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു രാജ്യമല്ല ഇറാൻ എന്ന് പറയുന്ന രാജ്യം. പിന്നെയോ ആ ഇറാൻ എന്ന് പറയുന്ന രാജ്യം രൂപപ്പെട്ടിരിക്കുന്നത് പോലും എവിടെ യഹൂദന്മാരുണ്ടെന്ന് പറഞ്ഞാൽ അവർ തേടി പിടിച്ച് കണ്ടുപിടിച്ച് കൊന്നു മുടിക്കാൻ വേണ്ടിയിട്ടാണ്. തള്ളാഹുവിന്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് തള്ളാഹുവിന്റെ മതം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഒരു രാജ്യമായി ഇപ്പോൾ ഇറാന്റെ റെജിമി എന്ന് പറയുന്നത്. സത്യം പറഞ്ഞ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ചങ്കൂറ്റം ഉണ്ടല്ലോ, നിങ്ങൾ സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, 2000 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന രാജ്യമാണ് ഇസ്രായേലിന്റെ അപ്പുറത്ത്.
ആ രാജ്യത്തോട് ചെറുത്ത് നിന്ന് ഇത്രത്തോളം നിന്നില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇവന്മാർ ആദ്യം ഉണ്ടാക്കുന്ന ആറ്റം ബോംബ് കൊണ്ടുവന്ന് ഇസ്രായേലിന്റെ തലമണ്ടയെ കൊണ്ടിട്ടിട്ട് പറയും ഇസ്രായേലിന്റെ ഞാൻ പറഞ്ഞു 2 കണ്ണ് പൊട്ടിയാലും ഞങ്ങളുടെ 2 കണ്ണുകൾ പാളിഷായാലും നിന്റെ ഒരു കണ്ണിന്റെ അടുത്തുകൂടി ഒരു പോറിൽ വീണാൽ മതി എന്ന് പറഞ്ഞ് ആശ്വാസം കണ്ടെത്തുന്ന വർഗമാണ്. കാരണം 72 കൂറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാധവന് നീ യഹൂദനാണോ ക്രിസ്ത്യാനിയാണോ? ഇപ്പം ഞാൻ യഹൂദനാണോ ക്രിസ്ത്യാനിയാണോ എന്ന് പറഞ്ഞിട്ട് നിനക്ക് വലുതുണ്ടോ സംഭവിക്കാനുണ്ടോ? സെൻസസ് എടുക്കാൻ വേണ്ടി നിന്റെ പിണറായി സർക്കാർ വല്ല നിനക്ക് സെൻസസ് ബുക്കിൽ തന്നിട്ടുണ്ടോ യഹൂദനാണോ ക്രിസ്ത്യാനിയാണോ എന്ന് പറഞ്ഞുകൊണ്ട്? കാര്യങ്ങൾ ദേശത്ത് കൃഷിയാൽ ഇവിടുത്തെ കാര്യങ്ങൾ നന്നായി പോകുന്നു. അറബ് രാജ്യങ്ങൾ വീട്ടൊക്കെ നല്ല ഫോട്ടോ കൊടുക്കുന്നുണ്ടല്ലോ ഇറാനിൽ. അള്ളാഹുവിന്റെ മതം നിങ്ങളുടെ കൊതമേനി മരിച്ചപ്പോൾ തന്നെ അവർ 2 വിഭാഗത്തെ ഉണ്ടാക്കിയിട്ടാ പോയി തമ്മിലടിക്കാൻ. നിങ്ങൾക്ക് തന്നെ 2 വിഭാഗത്തെ തന്നിട്ടുണ്ട്. പ്രസാദ് വിശ്വനാഥ് തെറി വിളിക്കാതെ സംസാരിച്ചുകൂടെ? ഞാനിപ്പോൾ എന്ത് തെറിയാ വിളിച്ചേ? ഞാൻ എന്ത് തെറിയാ വിളിച്ചത് സഹോദര? ഞാൻ അറിയാണ്ട് ചോദിക്കുക. അല്ല, നിങ്ങൾ കുറെ ഭയങ്കര മാന്യന്മാരെല്ലാം ഇറങ്ങിയിട്ടുണ്ടല്ലോ എൻ്റെ പേജിനകത്തോട്ട്. ചിലരൊക്കെ പറയുന്നത് ഞങ്ങളുടെ പേജ് പിന്നെ തെറി വിളിക്കുന്നത് കൊണ്ട് എൻ്റെ പേജിനകത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് തോന്നിയ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് അങ്ങോട്ട് ചക്കരയും പാൽ ഒലിപ്പിക്കണോ? നിന്റെയൊക്കെ ഭാര്യമാരെ വന്ന് കണ്ടവന്മാര് വ്യഭിചരിച്ചാൽ പോലും കൊതഭോഗം നടത്തിയാൽ പോലും നീ ഒന്നും തിരിഞ്ഞു നോക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് എനിക്ക് പറ്റുമോ അങ്ങനെ? സലീം വയനാട് മിസൈൽ ബസ് ഇറങ്ങുമ്പോൾ നോക്കിക്കോ, മിസൈൽ വരാൻ ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ ബസ് ഇറങ്ങിയാൽ നടക്കുന്നത്. എടാ വിവരം കേട്ടവനെ, നിന്റെ ഈ മിസൈൽ വരത്തക്കല്ലേ അത് വരണം, ഗ്രീനെടുത്ത് വരണമെങ്കിൽ കുറച്ച് കൈയും കാലും വിറയ്ക്കും. ഇറാൻ്റെ മിസൈൽ ഓന മിസൈലാണെങ്കിലും തയ്യാറാക്കി പ്ലാൻ ചെയ്ത് ഇസ്രായേലിനെ തീർക്കുമെന്ന് ഒരു രാജ്യം പറഞ്ഞ് നടക്കുകയും അതിനനുസരിച്ച് അവർ ആയുധം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇസ്രായേൽ തൻ്റെ രാജ്യത്തിൻ്റെ സംരക്ഷണം നോക്കിയിട്ട് കാര്യമായിട്ട് അങ്ങ് കൊട കൊടുക്കും. അത്രയേ ഉള്ളൂ. പിന്നെ വാങ്ങിച്ചിട്ടിരുന്ന് മോങ്ങുക. ഓരോ നേതാക്കന്മാരായിട്ട് ഇങ്ങനെ എണ്ണി എറിയും നമ്മൾ. അവന്മാർ ഇറാൻ എന്തുവാ ചെയ്യുന്നത്? ഇറാൻ കൈ കിട്ടിയതെല്ലാം മാറി അങ്ങ് എറിയുക. കാണുന്നിടത്ത് എല്ലാം അങ്ങ് അടിച്ചു വിടുക. പോയി എവിടെയെങ്കിലും പോയി എവിടെയെങ്കിലും വീഴാൻ മതി അവന്മാർക്ക്. പക്ഷെ ഇസ്രായേൽ അങ്ങനെയല്ല. ഇസ്രായേൽ അവരുടെ നേതാക്കന്മാർ ചാർജ് ചെയ്ത് ഓരോരുത്തന്മാരെ തീർക്കുക, തട്ടിക്കളയും. അതാണ് തന്ത്രം എന്ന് പറയുന്നത്. തന്ത്രം എന്ന് പറയുന്നത് അതാണ്. ജനങ്ങളുടെ മേൽ വലിച്ചുവാരി ബോംബിട്ട് ജനങ്ങളെ കൊല്ലുകയല്ലേ ചെയ്യുന്നത്. മനസ്സിലായോ? യൂസഫ് സക്കീർ ധൈര്യം തൂറല്ലേ ചേച്ചി? അത് കുറെ തൂറി വെച്ചിട്ടുണ്ടല്ലോ നിന്റെ ഖുറാന്റെ പുസ്തകത്തിനകത്ത്. നിന്റെ കൊതമത നബി പോയ കടലിൽ ആനത്തെ കൂറികളെല്ലാം കൈകൊട്ടി പാടി കോയാ മുക്കിത്തൂറ് 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 കോയാ മുക്കിത്തൂറ് 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 അങ്ങനെ കുറെ തൂറി എറിഞ്ഞതാണ് തൂറാൻ, നിന്റെ തൂറാന്റെ പുസ്തകം. ബിനീഷ് മാർപ്പാപ്പ യുദ്ധം അവസാനിപ്പിക്കുവാൻ സംസാരിച്ചിട്ടുണ്ട്. ആ കോപ്പൻ യുദ്ധം അവസാനിപ്പിക്കാൻ സംസാരിച്ചാൽ ഇസ്രായേൽ അവസാനിപ്പിക്കണോ? അവൻ ആര്? മാർക്കോപ്പൻ അല്ലല്ലോ തീരുമാനിക്കേണ്ടത്. അവൻ പലസ്തീന്റെ മക്കൾക്ക് വേണ്ടി പാലൂട്ടി നടക്കുമല്ലേ? വളരെ കുഞ്ഞുങ്ങൾക്ക് പാലൊഴിച്ചു കൊടുക്കുന്നവനല്ലേ അവൻ. അവന്റെ വാക്ക് ഇസ്രായേലിന് എന്തിന്? ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയുണ്ട്. സ്വഭാവം ഒരു തന്തയ്ക്കുള്ളതല്ലെങ്കിൽ നമുക്ക് വിഷമിക്കണ്ട. നിന്റെ ഉമ്മയ്ക്ക് നല്ലതൊരു ഇറാന്റെ മിസൈല് നിന്റെ ഉമ്മയുടെ കോത്തി കയറ്റിയിട്ട് ഒരടി ആകാശമണ്ഡലങ്ങൾ വെച്ച് കൊടുത്താൽ മതി. പൊട്ടിത്തെറിക്കുമ്പോഴത്തേക്കും നിന്റെ ഉമ്മയുടെ സ്വഭാവം ശരിയായിക്കോളും. ഈ സംഖ്യകള് ഇവളുടെ പോസ്റ്റിന്റെ അടിയിൽ പോയിട്ട് തള്ളുന്ന കാണുമ്പോഴത്തേക്കുള്ളൂ സത്യം പറഞ്ഞാൽ യവന്മാരോട് പുച്ഛം തോന്നിപ്പോവുക. കാരണം ഇവിടെ ഇവക്ക് ക്രിസ്ത്യാനികളോട് സ്നേഹമില്ല, പിന്നെ നിങ്ങളോട് പിന്നെ സ്നേഹം ഉണ്ടാവുക. ഇവളാകെ സ്നേഹിക്കുന്നത് ജൂതന്മാരെ മാത്രമാണ്. അതായത് ഈ സ്ട്രീറ്റ് പടക്കം ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതും കൊടുത്ത് ജീവിക്കുന്നതും അവന്മാർക്ക് വേണ്ടി മാത്രമാണ്. ഇനി ഇവൾ നാട്ടിലേക്ക് വരുമോ ഇല്ല എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും നമുക്കറിയില്ല. എന്താണേലും ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാർപ്പാപ്പായ അഭിസംബോധന ചെയ്ത് നിങ്ങൾ കേട്ടല്ലോ അല്ലേ? ഇതൊക്കെ ഇവിടുത്തെ ക്രൈസ്തവ സഹോദരങ്ങൾ കാണണം, നിങ്ങൾ ഇതൊക്കെ കേൾക്കണം. കേട്ടിട്ട് ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, ഇവളുടെ താഴെ വന്നിട്ട് കമൻ്റ് ഇടുന്ന ആൾക്കാരെയൊക്കെ ഇവൾ പറയുന്ന ഭാഷ നിങ്ങൾ കേട്ടല്ലോ. അതായത് ഒരു 1-ാം തരം സെപ്റ്റിക് ടാങ്കാണ് ഇവളുടെ ഈ പേജ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നടന്നു പോകുന്ന വഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. വല്ല ബോംബിൻ്റെ ഒരു ചീള് കഷ്ണം മതി ഈ സാധനം ഈ ഭൂമിയിൽ നിന്ന് പടവാകാനായിട്ട്. എന്നാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതുപോലുള്ള സാത്താൻ്റെ കുഞ്ഞുങ്ങളെ ഇനിയും ഒരുപാട് ഇങ്ങനെ വളർത്തി മുന്നോട്ട് കൊണ്ടുപോകും. അവസാനം ഒരു പിടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കാൻ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.